അമേരിക്ക ഇറാൻ വാർത്തകൾക്കിടെ ലോകത്തിന്റെ കണ്ണുകൾ ഒരു കപ്പലിന്റെ ഡക്കിലാണ്. ഇറാനെ ലക്ഷ്യമിട്ടിറങ്ങിയ അമേരിക്കൻ സൈന്യത്തിന്റെ മുൻനിരയിലുള്ള ഒരു യുദ്ധക്കപ്പൽ. അതാണ് USS എബ്രഹാം ലിങ്കൺ. അമേരിക്കയുടെ അഹങ്കാരമാണ് ഈ കപ്പലെന്ന് വേണമെങ്കിൽ പറയാം. ഒഴുകുന്ന ഒരു യുദ്ധതാവളമെന്നും എബ്രഹാം ലിങ്കനെ വിളിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് ഇത്. സമുദ്രത്തിലെ അമേരിക്കയുടെ സൂപ്പർ പവറായ ഈ കപ്പലിന് 330 മീറ്റർ നീളമാണുള്ളത്. ഏകദേശം 1 ലക്ഷം ടൺ ഭാരം വഹിക്കാൻ ശേഷിയുണ്ട്. ഒരു തവണ ഇന്ധനം നിറച്ചാൽ വർഷങ്ങളോളം കടലിൽ സഞ്ചരിക്കാനാകും. അതിനാൽ തന്നെ ദീർഘകാല സമുദ്ര ദൗത്യത്തിനായാണ് അമേരിക്ക എബ്രഹാം ലിങ്കനെ നിയോഗിക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും കുതിച്ചു പായും. മണിക്കൂറിൽ 30 നോട്ടിക്കൽ മൈൽ വേഗതയിലാണ് സഞ്ചരിക്കുക. 90 വിമാനങ്ങളെ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഈ കപ്പലിന്. സൈനികരും ജീവനക്കാരുമായി ഏകദേശം 5700 പേരാണ് കപ്പലിലുള്ളത്. ഇതിൽ 3200 പേർ കപ്പലിലെ ജീവനക്കാരാണ്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കനോടുള്ള ബഹുമാനാർത്ഥമാണ് കപ്പലിന് ഈ പേര് നൽകിയത്. കാലിഫോർണിയയിലെ സാൻഡിഗോ നേവൽ എയർ സ്റ്റേഷനാണ് ഹോം പോർട്ട്. 1984 കപ്പലിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 5 വർഷം കൊണ്ട് കപ്പലിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. 1989 ഒക്ടോബർ 30 അമേരിക്കൻ നാവികസേന കപ്പൽ ഏറ്റെടുത്തു. 1989 നവംബർ 11 ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തു. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന നിമിറ്റ്സ് ക്ലാസ് വിമാനവാഹിനി കപ്പലാണ് എബ്രഹാം ലിങ്കൺ. അമേരിക്കൻ നാവികസേനയിൽ സേവനത്തിലുള്ള 10 ആണവോർജ്ജ വിമാനവാഹിനി കപ്പലുകളുടെ ഒരു വിഭാഗമാണ് നിമിറ്റ്സ് ക്ലാസ്. ഇതിൽ 5ാമത്തെ കപ്പലാണിത്. 2 ആണവ റിയാക്ടറുകളാണ് കപ്പലിനെ പ്രവർത്തിപ്പിക്കുന്നത്. കപ്പലിന്റെ പ്രവർത്തനത്തിനായി ഒരു ദിവസം $2.5 മില്യൺ ചിലവ് വരുന്നത്. വിമാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ എന്നിവയെ നേരിടാൻ ഈജിസ് റഡാറും സ്റ്റാൻഡേർഡ് മിസൈലുകളും കപ്പലിൽ സജ്ജമാണ്. ഭീഷണികളെ തടയാനുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഇതിന്റെ പ്രത്യേകതയാണ്. കടലിൽ നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ ശത്രു രാജ്യങ്ങളെ തകർക്കാനുള്ള ശേഷി ഈ കപ്പലിനുണ്ട്. കൂടാതെ ആശുപത്രി, ജിം, വിനോദ സൗകര്യങ്ങൾ എന്നുവേണ്ട എല്ലാ സൗകര്യങ്ങളും കപ്പലിൽ ഒരുക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സൈനിക ഓപ്പറേഷനുകളിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും യുദ്ധസഹായം, പ്രകൃതി ദുരന്ത മേഖലകളിൽ സഹായമെത്തിക്കൽ തുടങ്ങിയ ദൗത്യങ്ങളിൽ എബ്രഹാം ലിങ്കൺ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും സാങ്കേതിക വിദ്യയുടെയും പ്രതിരോധശേഷിയുടെയും പ്രതീകമാണ് ഈ പടക്കപ്പൽ.